ബ്രാൻഡ് ന്യൂ ഡേ റിലീസാവുന്നതിന് മുമ്പ് ഒരു സ്പൈഡർമാൻ സീരീസ് കണ്ടാലോ. ആമസോൺ പ്രൈമിൽ പുതിയതായിട്ട് സ്ട്രീം ചെയ്യുന്ന ഒരു സ്പൈഡർമാൻ സീരീസാണ് സ്പൈഡർമാൻ നോയർ. 1932 അതായത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ന്യൂയോർക്കിലാണ് കഥ നടക്കുന്നത്. ഇതൊരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സ് കഥയായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പീറ്റർ പാർക്കറിന് പകരം ഫോളോ ചെയ്യുന്നത് ബെൻ റെയ്ലി എന്ന ക്യാരക്ടറിനെയാണ്. മാർവലിലെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഗോസ്റ്റ് റൈഡർ റോളിന് ശേഷം നിക്കോളസ് കേജാണ് ബെൻ റെയ്ലി എന്ന ക്യാരക്ടർ ചെയ്യുന്നത്. സോ ഒരു ലേറ്റ് 40s അല്ലെങ്കിൽ ഏർലി 50s ഒരു പ്രായമായിട്ടുള്ള സ്പൈഡർമാനാണ് ബെൻ റെയ്ലി. അതുകൊണ്ട് തന്നെ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ്, അയാൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ട്രോമാസ് എല്ലാം വളരെ നാച്ചുറലായിട്ട് നിക്കോളസ് കേജ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഓൾസോ ഇതിലെ ഷെർലക് ഹോംസിനെ പോലെയും അല്ലെങ്കിൽ ബാറ്റ്മാനെ പോലെയൊക്കെ തന്നെ ആ ഒരു ടൈം പീരീഡിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ടാണ് ബെൻ റെയ്ലി വരുന്നത്. അതുകൊണ്ട് തന്നെ ആക്ഷൻ്റെ ഒപ്പം തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. സ്പൈഡർമാൻ്റെ വില്ലന്മാരായിട്ടുള്ള സാൻഡ് മാൻ, ഇലക്ട്രോ തുടങ്ങിയ വില്ലന്മാരും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ ചില വില്ലന്മാരും ഈ സീരീസിൽ അപ്പിയർ ആവുന്നുണ്ട്. 1932 നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ ആ സമയത്തെ ഒരു ന്യൂയോർക്ക് സിറ്റിയും അതിൻ്റെ ആസ്തറ്റിക്സും ഒക്കെ നമ്മൾ ഫോട്ടോസിൽ കാണുന്നത് പോലെ തന്നെ ഈ സീരീസിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ സീൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും നല്ല രീതിക്ക് ബഡ്ജറ്റ് എടുത്ത് തന്നെയാണ്, ഒരു സീരീസ് എന്ന് തോന്നാത്ത രീതിക്ക് തന്നെ അവർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സ്പൈഡർമാൻ്റെ സ്വിങ്ങിങ് ആണെങ്കിലും ആ വെബ് ഉപയോഗിച്ച് വരുന്ന ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസിൽ കൂടെ സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതികളാണെങ്കിലും എല്ലാം ഇത് ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. 1932 ഒരു ഡിപ്രഷൻ പീരീഡിനെ കാണിക്കാൻ വേണ്ടിയായിരിക്കണം സ്പൈഡർമാൻ നോയർ എന്നുള്ള ക്യാരക്ടർ അപ്പിയർ ആയിട്ടുള്ള എല്ലാ സീരീസിലും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടായിരുന്നു ഇതുവരെ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഈ വെർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും അവൈലബിൾ ആണ്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഡബ്ബിംഗ് ക്വാളിറ്റിയാണ്. ഇംഗ്ലീഷ് അല്ലാതെ ഒരുപാട് ഇന്ത്യൻ ലാംഗ്വേജിൽ അവർ ഇത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് മലയാളം വേർഷനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, വളരെ നന്നായിട്ട് അവരിത് ഡബ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീരീസ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മാർവൽ സീരീസുകളോ അല്ലെങ്കിൽ ബാക്കി സോണി പ്രോഡക്റ്റുകളോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പോലും ഡയറക്റ്റ് ഈ സീരീസ് വാച്ച് ചെയ്യുക. സോ നിങ്ങളൊരു സ്പൈഡർമാൻ ഫാൻ ആണെങ്കിലും ക്വാളിറ്റി ഉള്ളൊരു സീരീസ് തപ്പി കിടക്കുകയാണെങ്കിലും എന്താണെങ്കിലും വാച്ച് ചെയ്യേണ്ട ഒരു സീരീസാണിത്. സോ ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് സ്പൈഡർമാൻ നോയർ.